9th Standard Maths Chapter 4 page 81. ഈ ഒരു സെക്ഷനിലത്തെ പ്രോബ്ലംസ് എല്ലാം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി എങ്ങനെയാണ് ചെയ്യുക? എക്സ് കൊണ്ട് യുവിനെയും വിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, വൈ കൊണ്ട് യുവിനെയും വിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു യു എക്സ് യു, ദെൻ എക്സ് ഇൻറ്റു മൈനസ് വി അല്ലേ, ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ്. അപ്പോൾ മൈനസ് എക്സ് വി, വൈ ഇൻറ്റു യു വൈ യു, y ഇൻറ്റു മൈനസ് വി മൈനസ് വൈ. ഇനി എങ്ങനെയാണ് ഫസ്റ്റത്തെ പ്രോബ്ലം? എന്താണ് 52 ഇൻറ്റു 19 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ ഇതെന്താവും? 50 പ്ലസ് 2 എന്നാവും, ഇൻറ്റു എന്താണ് യു മൈനസ് വിയുടെ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ 19 എന്നുള്ളത് എന്താവും? 20 മൈനസ് 1 എന്നാവും. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 50 കൊണ്ട് 20യെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് 20യെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 50 ഇൻറ്റു 20 മൈനസ് 50 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 20 മൈനസ് 2 ഇൻറ്റു 1 അല്ലേ. അപ്പോൾ ഈക്വൽ ടു 50 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 അല്ലേ. 1000 മൈനസ് 50 പ്ലസ് 2 ഇൻറ്റു 20 40 മൈനസ് 2 എന്ന് കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 988 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് എന്തായിരുന്നു? 101 ഇൻറ്റു 48 അല്ലേ. ഇതിനെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്തൊരു എക്സ് പ്ലസ് വൈയുടെ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ 100 പ്ലസ് 1 ഇൻറ്റു 50 മൈനസ് 2 അല്ലേ, 48. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 100 കൊണ്ട് 50യെയും 100 കൊണ്ട് 2വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, 1 കൊണ്ട് 50യെയും 1 കൊണ്ട് 2വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 100 ഇൻറ്റു 50 5000 കിട്ടി. ഇനി 100 ഇൻറ്റു മൈനസ് 2 ഡിഫറൻറ്റ് സിമ്പിൾസ് ആണല്ലേ, അപ്പോൾ മൈനസ് 200 എന്ന് കിട്ടി. ദെൻ 1 ഇൻറ്റു 50 രണ്ടും പ്ലസ് ആണ് അല്ലേ, അപ്പോൾ പ്ലസ് 50. ദെൻ 1 ഇൻറ്റു മൈനസ് 2 ഡിഫറൻറ്റ് സിമ്പിൾസ് ആണ്, അപ്പോൾ മൈനസ് 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4848 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 97 ഇൻറ്റു 102. ഇനി ഇതിനെ നമ്മൾ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്താവും? 97 നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 3 എന്ന് എഴുതാം അല്ലേ, ഇൻറ്റു 102നെ എങ്ങനെ എഴുതാം? 100 പ്ലസ് 2 എന്ന് എഴുതും. ഇനി ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 100 കൊണ്ട് 100നെയും 2വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് 100നെയും 2വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇതെങ്ങനെയാണ്? 100 ഇൻറ്റു 100 എത്രയാണ്? 10,000. ഇനി 100 ഇൻറ്റു 2 രണ്ടും ഒരേ സിമ്പിൾസ് ആണ്, അപ്പോൾ പ്ലസ് തന്നെയാണല്ലേ വരിക, പ്ലസ് 200 മൈനസ് 3 ഇൻറ്റു 100 ഡിഫറൻറ്റ് സിമ്പിൾസ് ആണ് അല്ലേ, അപ്പോൾ എന്ത് വരും? മൈനസ് 300 മൈനസ് 3 ഇൻറ്റു 2 ഡിഫറൻറ്റ് സിമ്പിൾസ് ആയതുകൊണ്ട് മൈനസ് 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 10,000 പ്ലസ് 200 മൈനസ് 300 മൈനസ് 6 എന്ന് കിട്ടി. ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഇതിൽ നിന്ന് ഇത് പ്ലസും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 9894 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 9 and 3/4 ഇൻറ്റു 20 and half അല്ലേ. അപ്പോൾ 9.25. 9 and 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 മൈനസ് 1/4 അല്ലേ, 10ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 9.25 ആണ് അല്ലേ. അപ്പോൾ 10 മൈനസ് 1/4 ഇൻറ്റു 20 and halfന് 20 പ്ലസ് ഹാഫ് എന്ന് എഴുതാം. ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 10 കൊണ്ട് 20യെയും 10 കൊണ്ട് ഹാഫിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഹാഫ് കൊണ്ട് 20യെയും ഹാഫ് 1/4 കൊണ്ട് 20യെയും 1/4 കൊണ്ട് 1/2നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 20 എത്രയാണ്? 200 എന്ന് കിട്ടി. ഇനി 10 ഇൻറ്റു ഹാഫ് അല്ലേ, 10 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ ഒരേ സിമ്പിൾസ് തന്നെയാണ്, അപ്പോൾ എന്താ വരിക? പ്ലസ് തന്നെയാണ് വരിക. ഇനി ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിവിടെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത പോലെ ഇവിടെ 5 എന്ന് കിട്ടി, അപ്പോൾ പ്ലസ് 5 എന്ന് കിട്ടി. ഇനി എന്താ? മൈനസ് 1/4 ഇൻറ്റു 20 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. മൈനസ് 1/4 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് സിമ്പിൾസ് ആയതുകൊണ്ട് മൈനസ് തന്നെയാണ് വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 5 തന്നെയാണ്, അപ്പോൾ മൈനസ് 5 എന്ന് കിട്ടി. ഇനി 1/4 ഇൻറ്റു 1/2 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8 എന്ന് കിട്ടി. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ 200 പ്ലസ് 5 205 മൈനസ് 5 എന്ന് പറയുമ്പോൾ പോയില്ലേ, അപ്പോൾ ബാക്കി 200 തന്നെ. 200 മൈനസ് 1/8 എന്ന് കിട്ടി. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഡിനോമിനേറ്റർ ഏതാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 200നെ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു
ദെൻ ഈ ഡിനോമിനേറ്റർ കൊണ്ട് 1/8 മൾട്ടിപ്ലൈ ചെയ്യണം ബൈ 8 അല്ലേ. ഇനി അപ്പോൾ എത്ര കിട്ടും? 200 × 8 എന്ന് പറയുമ്പോൾ 1600 മൈനസ് ഇവിടെ 8 ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ, 1/8 എന്ന് കിട്ടി. ഇനി അപ്പോൾ 1600 നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1599 അല്ലേ, ബൈ 8 എന്ന് കിട്ടി. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാം. 1599നെ 8 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 199 and 7/8 എന്ന് ആൻസർ.